പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കാലത്ത് UDFിൻ്റെ കൊത്തളങ്ങളായിരുന്നു പത്തനംതിട്ട ജില്ല. അവിടെയാണ് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കൊടി പാറിച്ച് സമസ്ത മേഖലയിലും പാർട്ടിയുടെ സർവാധിപത്യം നേടിക്കൊടുത്തത്. അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. നമ്മളോടൊപ്പം തന്നെ ഇപ്പോൾ ചേരുന്നത് CPMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും 1/4 നൂറ്റാണ്ടുകളോളം റാന്നിയുടെ MLAയും കൂടിയായ രാജു എബ്രഹാമാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ്, അതിനുശേഷം 6 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, ആദ്യമായി നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെല്ലാം പ്രശ്നങ്ങളില്ലാതെ പരിഹരിച്ചു. എങ്ങനെ വരുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അരക്കെട്ട് ഉറപ്പിക്കുമോ പാർട്ടി? എങ്ങനെയാണ്? കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളും പഞ്ചായത്തുകളും ഇക്കുറി നേടിയെടുക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചിട്ടയായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ 2-3 മാസം മുമ്പ് തന്നെ പ്രാഥമികമായ ബൂത്ത് കമ്മിറ്റി രൂപീകരണം അടക്കം പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളെ ഞങ്ങൾ വളരെ നല്ല നിലയിൽ ഏകോപിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. സെക്രട്ടറി, മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു ജില്ലയാണ്. അവരുടെയൊക്കെ ക്ഷേമം മുൻനിർത്തി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളും പദ്ധതികളുമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എടുത്തു പറയത്തക്ക ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലോക കേരള സഭ ഉൾപ്പെടെ പ്രവാസി സംഘം ഉൾപ്പെടെ എങ്ങനെയാണ് അവരെ കൂടെ ഈ കൈപിടിക്കുന്നത്? നമ്മുടെ ജില്ലയിൽ പ്രവാസികളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമുക്കറിയാം, പ്രവാസികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ് ഗവൺമെൻറ്റിൻ്റെ. ഇപ്പം കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിൽ ക്ഷേമനിധി കുടിശ്ശിക തീർക്കാൻ വേണ്ടി തന്നെ ഫണ്ട് അലോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, പ്രവാസി എന്നൊരു വകുപ്പ് കേരളത്തിൽ ആദ്യം ഉണ്ടായത് നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അത് കണ്ടിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രവാസികൾക്ക് ഒരു വകുപ്പുണ്ടാക്കി ഒരു സമയത്തൊരു മന്ത്രിയെ വെച്ചു. പിന്നെ കേന്ദ്രം എന്താ ചെയ്തത്? ആ വകുപ്പ് തന്നെ ഇല്ലാതാക്കി. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലുള്ളപ്പോൾ പ്രവാസി വകുപ്പ് അതാത് കാലഘട്ടത്തിലെ മുഖ്യമന്ത്രിമാർക്കാണ് നൽകിയത്. അതാണ് ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പ്രവാസി കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ പ്രവാസി കാര്യം നോക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് ഈ ശബരിമല തീർത്ഥാടകരെ കുറ്റമറ്റ രീതിയിൽ കഴിഞ്ഞ 2-3 സീസണുകളിലൊക്കെ ഈ 1-2 പിണറായി സർക്കാരിന്റെ കീഴിൽ കുറ്റമറ്റ രീതിയിലൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞത്? ശബരിമലയുടെ വികസന കാര്യത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തതിന്റെ 4/1 UDF ഗവൺമെന്റ് കേരളത്തിൽ ചെയ്തിട്ടില്ല. മാസ്റ്റർ പ്ലാൻ എന്ന നിർദ്ദേശം 1996 നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി അന്ന് ഞാൻ വെച്ചൊരു നിർദ്ദേശമാണ്. പമ്പ എന്ന് പറയുന്നത് നേരത്തെ പമ്പയുടെ ചിത്രം എന്തായിരുന്നു? അവിടെ ദുർഗന്ധപൂർണമായിരുന്നു പമ്പയുടെ. കാരണം അവിടെ സംസ്കരണം ഇല്ലായിരുന്നു. ഞങ്ങൾ വെച്ച നിർദ്ദേശമാണ് പമ്പയിൽ ഒരു 5 MLDയുടെ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. വലിയ മാറ്റമാണ്. നിലയ്ക്കൽ നിരവധി പദ്ധതികളാണ്. 10,000 പേർക്ക് വിരിവെക്കാവുന്ന പുതിയ മണ്ഡപം അവിടെ പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ അങ്കമാലി എരുമേലി റെയിൽപാത നമുക്ക് ഇനി നേടിയെടുക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. അതിനകത്ത് പകുതി പണം കേരള ഗവൺമെന്റ് എടുക്കും എന്ന് പറഞ്ഞെങ്കിലും പല മുടന്തൻ കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്രം അതിൻ്റെ അനുമതി മുന്നോട്ട് നീട്ടുകയാണ്. പിന്നെ നമ്മുടെ റോഡുകൾ, ഇത്രയും പണം റോഡുകൾക്ക് BMBC നിലവാരത്തിൽ നിർമ്മിക്കാൻ, പ്രത്യേകിച്ചും ശബരിമല തീർത്ഥാടകർ കടന്നു വരുന്ന എല്ലാ റോഡുകളും, അതിൽ പുനലൂർ മൂവാറ്റുപുഴ റോഡ് മാത്രം എടുത്താൽ മതി. ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. 780 കോടി രൂപ കേരള സർക്കാർ ലോകബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടാണ് ആ റോഡ് നിർമ്മിച്ചത്. ഇപ്പൊ തന്നെ നമ്മളെ ഒരു സെമി ഫൈനൽ എന്നാണ് പറയുന്നത്. അതിനുശേഷമായിരിക്കുമല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ്. വീണ്ടും നമുക്ക് ചെങ്കൊടി തന്നെ ഇവിടെ പാറിക്കാൻ പത്തനംതിട്ട ജില്ലയിലും ഒപ്പം സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുമോ? തീർച്ചയായിട്ടും. ഇപ്പം അതായത് വിരൽ തുമ്പിൽ എല്ലാ സേവനങ്ങളും എല്ലാ സർട്ടിഫിക്കറ്റുകളും കിട്ടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു വോട്ട് ജനങ്ങൾക്കുണ്ട്. ഇന്ന് മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭീതിയോടെ ജീവിക്കുന്നു. കേരളം നിയമം പാസ്സാക്കിയില്ലേ, എന്നിട്ട് ആ കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ട് അനുമതി കൊടുക്കുന്നില്ല? അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് തെറ്റാണ്. 1972 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് കടുത്ത വന നിയമം കൊണ്ടുവന്നത്. ആ നിയമം ഭേദഗതി ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി ഈ നിയമങ്ങളെ മാറ്റി എഴുതുവാൻ കഴിയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ 10 ലക്ഷത്തിൽ കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനവും ഇല്ല. ആ സ്ഥാനത്താണ് 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന
ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളത്തെ മാറ്റിയത്. അതുകൊണ്ട് തന്നെ പട്ടിണി കിടക്കുന്നവർ ഒരാൾ പോലും ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറി. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കേരളത്തിന് ശാപമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബീഹാറിൽ ഉണ്ടായതുപോലെയുള്ള തിരിച്ചടികൾ സ്വാഭാവികമായും ശാശ്വതമായി കേരളത്തിൽ കോൺഗ്രസിനുണ്ടാവും. ഓക്കെ, മൂന്നാം പിണറായി സർക്കാരിന്റെ ചവിട്ടുപടിയായി പത്തനംതിട്ട ജില്ല മാറും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ കേരള വിഷൻ ന്യൂസിന് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.